കേരള ചാനലിനും മാധ്യമപ്രവർത്തകയ്ക്കും എതിരെ അസഭ്യവർഷവുമായി നടൻ വിനായകൻ. ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനെയും ചാനൽ മേധാവികളെയുമാണ് സഭ്യതയ്ക്ക് നിരക്കാത്ത ഭാഷയിൽ വിനായകൻ വിമർശിച്ചത്. വിനായകനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഉൾപ്പെടെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും കുറിച്ച് മോശമായി പറഞ്ഞ വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അപർണ കുറുപ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അപർണ കുറുപ്പിന്റെ ചിത്രം പങ്കുവെച്ച വിനായകൻ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനെയും ന്യൂസ് 18 ചാനൽ മേധാവികൾക്കും മറുപടി നൽകുമെന്നും പറഞ്ഞിരുന്നു. കൃത്യം 11:39 തന്നെ സോറി എന്ന് മാത്രം വിനായകൻ ഫേസ്ബുക്കിൽ എഴുതി. അത് സിനിമാ കോൺക്ലേവിലുണ്ടായ വിവാദങ്ങളിൽ അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും ഒക്കെ വിനായകൻ വിമർശിച്ചിരുന്നു. ഇത് വാർത്തയായതിന് പിന്നാലെ ഒറ്റവാക്കിൽ മാപ്പ് എന്നെഴുതി ഫേസ്ബുക്കിൽ പങ്കുവെച്ചതായിരിക്കുമെന്നാണ് നിഗമനം. വൈകാതെ തന്നെ അധിക്ഷേപ പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടു. ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ചാനൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പോസ്റ്റിൽ പുലഭ്യം എങ്ങനെ അസഭ്യമാകുമെന്നാണ് വിനായകന്റെ പ്രധാന ചോദ്യം. അപർണ കുറുപ്പിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിനായകൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തത്. അപർണ കുറുപ്പിനെയും മാധ്യമപ്രവർത്തകരെയും ഒന്നാകെ അവഹേളിച്ച വിനായകനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ DGPക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിനായകന്റെ അധിക്ഷേപ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതാണ് സാഹചര്യമെങ്കിൽ തീർച്ചയായും അപർണ കുറുപ്പിനെ അവഹേളിച്ചുകൊണ്ട് ഇങ്ങനെയൊരു FB പോസ്റ്റ് ഇട്ടു എന്നതുകൊണ്ടൊന്നും ഞങ്ങൾ ഈ മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം അസഭ്യവർഷം തുടരുകയാണ് എങ്കിൽ അക്കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും അപർണ ഇട്ട ഒരു വീഡിയോയായിരുന്നു ഈ വിനായകനെ ചൊടിപ്പിച്ചത്. അതിന് അപർണയ്ക്ക് തുടർന്നും പറയാനുണ്ട്. എന്താണ് അപർണയ്ക്ക് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാം. സ്ത്രീകളെ കാണുമ്പോൾ നഗ്നതാ പ്രദർശനം നടത്തുന്ന ഞരമ്പ് രോഗികളോടും തെരുവിൽ നിന്ന് പച്ചത്തെറി വിളിച്ചു പറയുന്നവർക്കുമൊക്കെ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ലൈംഗികാവയവങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞ് ഇവർ നടത്തുന്ന അസഭ്യം കേൾക്കുമ്പോൾ പേടിച്ച് മിണ്ടാതെ സ്ത്രീകൾ മാറിപ്പോകും. ആ കാലം പക്ഷേ കഴിഞ്ഞു പോയിരിക്കുന്നു വിനായക. മാധ്യമ പ്രവർത്തകരെ സ്ത്രീ ശരീരങ്ങളെന്ന് എടുത്തു പറയാൻ ഉത്സാഹം കാണിക്കുന്ന നിങ്ങൾ ദളിത് വിഭാഗത്തിനു വേണ്ടി ഒരു സമരവും നടത്തിയിട്ടുമില്ല, നടത്തുന്നുമില്ല. എറണാകുളത്ത് സ്വന്തം ഫ്ളാറ്റിലിരുന്ന് സിനിമാക്കാരനെന്ന പ്രിവിലേജ് എടുത്ത് ബാൽക്കണിയിൽ നിന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു പൊതുശല്യം മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ. സ്ത്രീക്കെതിരെ പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വൃത്തികേട് പറയുമ്പോൾ അതിനെതിരെ ഉയരുന്ന സമൂഹ പ്രതിഷേധങ്ങളെ മറികടക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് ജാതി എടുത്തെടുത്ത് പറഞ്ഞുള്ള നിങ്ങളുടെ ഇരവാദം. അവകാശ സമരങ്ങൾ ഇപ്പോഴും തുടരുന്ന ദളിത് വിഭാഗമോ വിവേചനങ്ങളുടെ വേദന ഇപ്പോഴും അനുഭവിക്കുന്ന അതിനെതിരെ പൊരുതുന്ന ഒരാണും പെണ്ണുമോ നിങ്ങളെന്ന വിഴുപ്പിനെ ഏറ്റെടുക്കില്ല. ദളിത് ആക്ടിവിസ്റ്റുകൾ പോലും നിങ്ങൾ നടത്തിയ അശ്ലീല സംഭാഷണങ്ങൾ ആരും മറന്നിട്ടില്ല. വിമർശനങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ സ്ത്രീകളെ കേട്ടാൽ അറക്കുന്ന പച്ചത്തെറി വിളിക്കുന്നതും ആ പച്ചത്തെറിയൊക്കെ സ്വത്വവാദമാണെന്ന് പറയുന്നതുമൊക്കെ കേട്ട് കൈയടിക്കാൻ താങ്കളുടെ കൂടെ നിൽക്കുന്നത് അവകാശ സമരം നടത്തുന്ന ദളിത് വിഭാഗമല്ല, വെറും പെർവെർട്ടുകൾ മാത്രമാണ്. അവരല്ല കേരളം. നല്ല കലാകാരനാണ് താങ്കൾ. കമ്മട്ടിപ്പാടവും ജയിലറും പോലെയുള്ള സിനിമകളിലെ നിങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ ഞാനടക്കമുള്ള മാധ്യമരംഗത്തെ സ്ത്രീ ശരീരങ്ങൾ തിയേറ്ററുകളിൽ പോയി കണ്ടതാണ്, പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷേ അതിനർത്ഥം ആ പ്രിവിലേജ് കൊണ്ട് നിങ്ങൾ പറയുന്ന അശ്ലീലത്തെ പുരോഗമനമെന്ന് കരുതുമെന്നോ കേട്ട് പേടിച്ച് മിണ്ടാതിരിക്കുമെന്നോ അല്ല. ഇനിയും വിമർശിക്കും. ആവശ്യമെങ്കിൽ ഷോക്ക് ചികിത്സ തന്നെ നൽകണമെന്ന് പറയുകയും ചെയ്യും. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. എന്റെ പേരിലെ വാലെടുത്ത് പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തുകയാണ് ഞാനെന്ന ആരോപണങ്ങളുമായി നിങ്ങളുടെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾക്ക് ഒരു കവിതയിലെ 2 വരികൾ കൂടി അവസാനിപ്പിക്കാം. പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയന്റെ മകനോട് പുലയാണ് പോലും, പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ, പറയുമോ പുലയാടി മക്കൾ. ഈ കവിത എഴുതിയ ആ കുറിപ്പ് എൻ്റെ അച്ഛനാണ്. അതാണ് ഈ വിമർശനങ്ങൾക്ക് എനിക്കുള്ള മറുപടി. എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അമ്മയിലെ തെരഞ്ഞെടുപ്പ്, അതിനിടെയാണ് കാർഡ് വിവാദം, മെമ്മറി കാർഡ് വിവാദം കനക്കുന്നത്. മെമ്മറി കാർഡ് വിവാദത്തിൽ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് നടി കുക്കു പരമേശ്വരൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തന്നെ തേജോവധം ചെയ്യാനാണ് ശ്രമമെന്നും കടുത്ത സൈബർ ആക്രമണം നേരിടുന്നു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യത്തിന് കുക്കു പരമേശ്വരൻ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് താരസംഘടനയായ അമ്മയ്ക്ക്
പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ചില വനിതാ താരങ്ങൾ. മെമ്മറി കാർഡിന്റെ പേരിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായാണ് നടി കുക്കു പരമേശ്വരൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. മെമ്മറി കാർഡുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നു, താൻ കടുത്ത സൈബർ ആക്രമണം നേരിടുന്നതായും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന തന്നെ തേജോവധം ചെയ്യാനാണ് ശ്രമമെന്നും കുക്കു നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഉഷാ ഹസീനയ്ക്കും മറ്റ് 2 പേർക്കുമെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ദുരനുഭവങ്ങൾ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് താരസംഘടനയായ അമ്മയ്ക്കും മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും DGPക്കും നടി ഉഷാ ഹസീന പരാതി നൽകുകയും ചെയ്തു. സ്ത്രീകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് റെക്കോർഡ് ചെയ്തത് തെറ്റാണെന്ന് നടൻ ദേവൻ പ്രതികരിച്ചു. കാരണം അമ്മയ്ക്കൊരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയിൽ വന്നിട്ട് എന്താണ് അല്ലാതെ നമ്മളൊരു റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ ഞാനത്. അത് എന്തുകൊണ്ട് അമ്മ ആക്ഷൻ എടുത്തില്ല എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ആരോപണം ഉന്നയിച്ചവർ എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ വൈകിയെന്ന് നടി മാല പാർവതി ചോദിച്ചു. ഈ ഉഷാ ഹസീനയും പൊന്നമ്മ ബാബു നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ഈ വിവാദം വല്ലതും ഉണ്ടോ? കൊടുത്താൽ പോരായിരുന്നോ? ഇതല്ലേ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കേസ് കൊടുക്കൂ, ഇവിടെ ഇങ്ങനെ മാധ്യമങ്ങളിൽ സംസാരിക്കല്ലേ, കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. വനിതാ അംഗങ്ങളുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് ഉപയോഗിച്ച് കുക്കു ചില വനിതാ താരങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ആളിക്കത്തുന്നത്.